നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ബ്രഹ്മദാസ്. SEOയുമായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് SEO ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ റാങ്കിങ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ചില മാർഗങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ചില റിസോഴ്സുകൾ പ്രത്യേകം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്കിങ് നിങ്ങൾക്ക് മെച്ചപ്പെടുത്താം. ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള എസ്പെഷ്യലി ഫ്രീ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള blogspot.com, ബ്ലോഗർ, വേർഡ്പ്രസ്, tumblr.com ഇങ്ങനെയുള്ള ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ റാങ്കിങ്ങിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. ഇതുപോലെ സെയിം ടൈം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ചില റിസോഴ്സുകളാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ. ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ പോലെയുള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളൊരു സർവീസ് കാറ്റഗറിയിൽ ഒരു പ്രൊഫഷണൽ സർവീസൊക്കെ ഓഫർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് വെബ്സൈറ്റാണ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ ലിങ്ക്ഡിൻ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഫേസ്ബുക്ക്, ട്വിറ്റർ, ലിങ്ക്ഡിൻ, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, പിൻട്രസ്റ്റ് പോലെയുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് നിങ്ങളുടെ കസ്റ്റമൈസ് ചെയ്ത വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുക. നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന URL പ്രിഫിക്സോട് കൂടിയുള്ള URL കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് നല്ല രീതിയിലുള്ള സർവീസൊക്കെ ഓഫർ ചെയ്തിരിക്കുന്ന പേജുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്ലൈഡുകൾ, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനുകൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്ത് നിങ്ങളുടെ സർവീസ് പേജിലേക്കോ പ്രോഡക്റ്റ് പേജിലേക്കോ ലിങ്ക് ആഡ് ചെയ്തതിന് ശേഷം ഇത് slideshare.net പോലെയുള്ള വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ പേരിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ സ്ലൈഡ് ഷെയറിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫൈലിൽ നിങ്ങൾ വെബ്സൈറ്റിലേക്ക് ലിങ്ക് ആഡ് ചെയ്യുകയും സിമിലർലി നിങ്ങൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഈ സ്ലൈഡുകളിലേക്ക് ഒരുപാട് വ്യൂസും വിസിറ്റ്സൊക്കെ കിട്ടുകയും ചെയ്യുമ്പോൾ, കുറച്ച് ഇൻട്രാക്ഷനൊക്കെ കിട്ടുകയും ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ വാല്യൂ പാസ് ചെയ്തെടുക്കുകയും നിങ്ങൾ റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വേറെ ചില റിസോഴ്സുകളാണ് linkedin.com പോലെയുള്ള വെബ്സൈറ്റുകൾ. linkedin.comനകത്ത് നിങ്ങൾക്ക് പൾസ് എന്ന് പറഞ്ഞ ഏരിയക്കകത്ത് നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യാം. ലിങ്ക്ഡിനകത്ത് തന്നെ പബ്ലിഷ് ഇൻ ആർട്ടിക്കിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുമായിട്ടോ പ്രോഡക്റ്റുമായിട്ടോ ബന്ധപ്പെട്ടുള്ള ജനറലായിട്ട് ഓഡിയൻസിനെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ആർട്ടിക്കിൾസ് കണ്ടൻസ് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻസ് തയ്യാറാക്കി ലിങ്ക്ഡിൻ്റെ ആർട്ടിക്കിളിനകത്ത് പബ്ലിഷ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള കീവേഡുകൾ, നിങ്ങൾ റാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കീവേഡുകളിൽ നിങ്ങൾക്ക് ലിങ്ക് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾ എടുക്കുന്ന ലിങ്ക്സ് ഉള്ള ആ ആർട്ടിക്കിൾസിന് ലിങ്ക്ഡിനകത്ത് ഒരുപാട് ഇൻട്രാക്ഷൻ അച്ചീവ് ചെയ്യുകയോ ലൈക്കോ കമൻറ്റോ ഒക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ഇക്വിറ്റി പാസ് ചെയ്ത് കിട്ടുകയും നിങ്ങളുടെ റാങ്കിങ്ങിനെ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇതുപോലെ നിങ്ങൾക്ക് SEO ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ ഐഡിയകളുമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഈ ചാനലിനകത്ത് കൂടുതലായിട്ട് പബ്ലിഷ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലോ ഇനി ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ വഴി അലേർട്ട് കിട്ടുന്നതാണ്. പുതിയ പുതിയ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് അലേർട്ട് കിട്ടി ആ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടി നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ പറ്റും. പുതിയൊരു വീഡിയോയിൽ കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.